ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു മർഡർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ നെല്ലി നോ മിസ്റ്ററീസ് എ ഫെറ്റൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു കൊലക്കേസിലെ വിക്ടിമിന്റെ ഗേൾ ഫ്രണ്ട് അതിൽ സസ്പെക്ട് ആവുകയാണ്. കാരണം വിക്ടിമിന് ഒരു അഫെയർ ഉണ്ടാവുന്നുള്ള സംശയം ഗേൾ ഫ്രണ്ടിനുണ്ട്. അത് കാരണമായിരിക്കും തന്റെ ഗേൾ ഫ്രണ്ടിനെ അവൾ കൊന്നത് എന്നുള്ള ആ ഒരു സംശയം കാരണം ഈ ഗേൾ ഫ്രണ്ടിനെ ഹീറോ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഗേൾ ഫ്രണ്ട് ഒരിക്കലും കില്ലർ അല്ല എന്ന് ഹീറോയും വിശ്വസിക്കും. പകരം മരിച്ച ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് അവസാനമായിട്ട് അവളോട് പോക്കർ ഗെയിം കളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സുഹൃത്തുക്കളുടെ മേലിലാണ് ഹീറോയിന് സംശയമുള്ളത്. അതിനുശേഷം കേസ് അങ്ങനെ തിരിഞ്ഞു പോകുന്നതും ഹീറോയും ഹീറോയിനും കൂടി ചേർന്ന് കൊലയാളിയെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിസ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ, അധികമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ തന്നെ രാത്രി സമയത്ത് ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിലുള്ള ഇയാളുടെ പേര് ജാർവിസ് എന്നാണ്. നമ്മൾ അയൺമാന്റെ ജാർവിസ് അല്ല, ഇത് വേറെ ജാർവിസ്. ജാർവിസ് ഫർണിച്ചർ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ജാർവിസിനോടൊപ്പം തന്നെ അവന്റെ 4 സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ ആരൊക്കെയാന്ന് വെച്ചാല് ഗ്രേസ്, പീറ്റർ, ജോഡി, അതേപോലെ തന്നെ കോർണർ. ഇതിൽ പീറ്ററും ഗ്രേസും ഭാര്യ ഭർത്താക്കന്മാരാണ്. അങ്ങനെ ഇവർ 4 പേരും ജാർവിസിനോട് ബൈ എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഇതേ കാര്യം ഒരാൾ കാറിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നു, അത് ക്യാമറയില്. പക്ഷെ ഇതാരാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം പോയതിനു ശേഷം ജാർവിസ് നേരെ വീടിനകത്തേക്ക് പോകുമ്പോൾ ഈ ക്യാമറമാൻ നോക്കുമ്പോഴത്തേക്കാണ് വീടിന് പുറകിലായിട്ട് തന്നെ ഒരു മരത്തിന് പുറകിലെ ഹൂഡിയെല്ലാം ഇട്ട് ഒളിച്ചൊരു സ്ട്രേഞ്ചർ നിൽക്കുന്നു. ഇതും ആ ക്യാമറമാൻ ഫോട്ടോ എടുക്കും. കുറച്ച് കഴിയുമ്പോഴാണ് ജാർവിസിനെ അവന്റെ ഗേൾ ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നത്. ആ മെസ്സേജിലുള്ളത് എന്നെ എന്തിനാ നീ അവോയ്ഡ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണമെന്നാണ് ആ മെസ്സേജിലുള്ളത്. അങ്ങനെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ജാർവിസ് വീടിന് വെളിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫർണിച്ചർ എല്ലാം ചെയ്യുന്നത്, അതൊരു വർക്ക്ഷോപ്പില്. അങ്ങനെ വർക്ക്ഷോപ്പില് ലൈറ്റ് കത്തുന്നതും ഈ സമയത്ത് അവിടെ ആരാന്നും പറഞ്ഞ് ജാർവിസ് ആ വർക്ക്ഷോപ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതാരാണെന്ന് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ ജാർവിസ് ചോദിക്കും, ഓ നീയാണോ എന്ന് ചോദിക്കുന്നതും ജാർവിസിന് അറിയാവുന്ന ആരോ ഒരാളാണ്. അതോടെ ആ സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിന്റെ പേര് നെല്ലി. ഹീറോയിൻ ജോലി ചെയ്യുന്നത് ഒരു മാഗസീനിലെ അഡ്വൈസ് കോളമിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാല് അവരുടെ പ്രശ്നങ്ങള് ഈ മാഗസിൻ വായിക്കുന്നവരുണ്ടല്ലോ, അവർ ഈ ഒരു അഡ്വൈസ് കോളമിസ്റ്റിനെ ലെറ്റർ ആയിട്ട് എഴുതി അയക്കും. അതെല്ലാം വായിച്ചിട്ട് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നതാണ് ഹീറോയിന്റെ ജോലി. അതുകൊണ്ട് തന്നെ ഇവർ നിൽക്കുന്ന ഈ പട്ടണത്തിലെ എല്ലാവരെയും ഹീറോയിൻ അറിയാം. അതേപോലെ തന്നെ പകുതി ആളുകളുടെ പ്രശ്നവും ഹീറോയിൻ അറിയാം. അങ്ങനെ ഇന്ന് ഹീറോയിൻ ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് ലെറ്ററുകൾ വന്നിട്ടുണ്ട്. അതിലൊരു ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് തുറന്ന് ഹീറോയിൻ വായിക്കുമ്പോൾ ഒരു ലേഡി തന്റെ ബോയ് ഫ്രണ്ട് തന്നെ ചതിക്കുന്നു എന്നുള്ള സംശയത്തിലാണ് ഈ ലെറ്റർ എഴുതിയിട്ടുള്ളത്. അതുപോലെ എഴുതിയ ആളുടെ പേര് അതിൽ എഴുതിയിട്ടില്ല. അതിന് പകരം ബറീഡ് ഇൻ ബാബിൾട്ടൺ എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ലെറ്ററിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാവരും ലെറ്റർ അയക്കുന്നത് ടൈപ്പ് ചെയ്തിട്ടാണ്, പക്ഷെ ഇത് മാത്രം കൈ കൊണ്ട് എഴുതി അയച്ചേക്കുന്നു. അതും കൂടാതെ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഹീറോയിൻ അത്ര അറിയുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ ഡ്രോയറിൽ നിന്നും ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് എടുത്ത് നോക്കും. അതിലെ ലവ് ഡാലിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. അപ്പോൾ ആ ഹാൻഡ് റൈറ്റിംഗും അതേപോലെ തന്നെ ഈ ലെറ്ററിലുള്ള ഹാൻഡ് റൈറ്റിംഗും ഒരേപോലെ തന്നെയാണ്. ഡാലിയ എന്ന് പറഞ്ഞ ഈ പെണ്ണ് തന്നെയായിരിക്കും ഈ ലെറ്റർ വായിച്ചത് എന്ന് ഹീറോയിന് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എപ്പോഴും ഐ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരത്തിന് മുകളിൽ ഒരു കുത്തു വയ്ക്കാതെ അതിൽ ലവ് സിമ്പിൾ ഇടുന്നത് ഡാലിയ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ ഹീറോയിന് നല്ലതുപോലെ തന്നെ അറിയാം. കൂടാതെ അവൾ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ട് അവനെയും ഹീറോയിൻ അറിയാം. അപ്പോൾ അത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച് ജാർവിസ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവൻ തന്നെയാണ്. അപ്പോൾ ഹീറോയിൻ പെടുന്ന്, ഹേയ് ജാർവിസ്, അപ്പോൾ നീ ഡാലിയെ പറ്റിക്കോണല്ലേ എന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ജാർവിസിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് പോകുന്നു. ചെന്ന് നോക്കുമ്പോഴാണ് ആ ഒരു വർക്ക്ഷോപ്പിലെ ഡോർ തുറന്നിരിക്കുന്നു. അപ്പോൾ ജാർവിസ് എന്ന് പറഞ്ഞ് ഹീറോയിൻ ആ വർക്ക്ഷോപ്പിനകത്തേക്ക് കയറും. പക്ഷെ അവൻ വിളി കേൾക്കുന്നില്ല. അകത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ആഹാ, ജാർവിസ് തറയിൽ വീണ് കിടക്കുന്നു. അവന്റെ തലയിൽ നിന്ന് രക്തം പോകുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അടുത്തേക്ക് വന്നിട്ട് അവന് പൾസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല, അവൻ മരിച്ചുപോയി. അപ്പോൾ വെളിയിലൊരു ശബ്ദം കേൾക്കുന്നത് ഹീറോയിൻ പെട്ടെന്ന് അല്ല വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹീറോയിൻ പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഇവിടേക്ക് വരാൻ പറയും. അതേപോലെ തന്നെ ജാർവിസിന്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ ഒരു കെട്ട് പണമുണ്ട്. അത് ഹീറോയിൻ എടുത്ത് കയ്യിൽ വെച്ചേക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് പോലീസ് വന്നിട്ട് ഇപ്പോൾ അവർ ജാർവിസിന്റെ ശരീരം പരിശോധിക്കുമ്പോൾ ഫോണ്, പേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന്റെ ശരീരത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും മോഷണത്തിന് വേണ്ടിയിട്ട് നടന്ന കൊലപാതകമല്ല എന്ന് പറയുന്നതും അവിടേക്ക് ഒരു പോലീസ് ഓഫീസർ വരികയാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ മൈക്കിൾ. അതുപോലെ മൈക്കിള് ഈ നാട്ടിൽ പുതുതായിട്ടാണ് ജോലിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡി ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയിനെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതേപോലെ ഹീറോയിൻ എന്ത് തരത്തിലുള്ള ആളാണ് എന്നെല്ലാം അവളെ കുറച്ച് പൊക്കി പറയുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത് മെഡിക്കൽ എക്സാമിനർ ബോഡി പരിശോധിച്ചു, അതിലൂടെ മനസ്സിലായത് ജാർവിസ് മരിച്ചത് രാത്രി 10 മണിക്ക് ശേഷമാണ്. അതുമല്ല ക്രൈം സീൻ വെച്ച് നോക്കുമ്പോൾ
ജാർവിസിനെ ആരോ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ടതുപോലെയാണ് കാണുന്നത്. അട്ടോപ്സിയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഹീറോയും പറയും അവിടെ താഴെയുള്ള പൊടിയും മണ്ണെല്ലാം ആരോ തൂത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള എന്തോ ഒരു കാര്യം നശിപ്പിക്കാൻ വേണ്ടി ആരോ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ലേഡി ഇൻസ്പെക്ടർ പറയും സാർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന് ഹീറോയോട് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവന്റെ പുകയിൽ നിന്നെടുത്ത ആ പണം ഉണ്ടല്ലോ അതെടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അതും $20,000. അതുമല്ല ഹീറോയിനാണല്ലോ ആദ്യം ബോഡി കണ്ടത്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാണ്. അല്ല എങ്ങനെയാ നിങ്ങൾക്ക് ജാർവിസിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജാർവിസിനെ എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. ജാർവിസ് സ്നേഹിക്കുന്ന ഡാലിയ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവളെയാണ് എനിക്ക് അറിയാവുന്നത്. അല്ല ഇത്രയും രാവിലെ തന്നെ ജാർവിസിനെ കാണാൻ വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വെറുതെ അവനെ കാണാൻ വന്നതാണെന്ന് പറയും. പക്ഷെ ഒരിക്കലും ഡാലിയ എന്ന് പറഞ്ഞ ആ പെണ്ണ് എഴുതിയ ലെറ്റർ ഉണ്ടല്ലോ അത് കാരണമാണ് ഇവിടെ വന്നതെന്ന് അവൾ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജാർവിസ് മരിച്ചെന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞ് ഡാലിയ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിനെ കാണുന്നതും അവളെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ ഹീറോയിൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഡാലിയ ഹീറോയിനോട് പറയും ജാർവിസിന് എന്താണ് സംഭവിച്ചത്, ആ സത്യം നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് ഡാലിയ ഹീറോയിനോട് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ഹീറോയിൻ പറയും ഓക്കെ ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് നീ ജാർവിസിനോട് എപ്പോഴാണ് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കാണും. ആ സമയത്താണ് ഞാൻ അവനെ വിളിക്കുന്നത്. അതുപോലെ ആ സമയത്ത് അവൻ പെട്ടെന്നാണ് എന്നോട് സംസാരിച്ച് ഫോൺ വെച്ചത്, എന്തോ അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ. ഇതിലൂടെ തന്നെ ഹീറോയിന് മനസ്സിലായി ഈ പേരും അഡ്രസ് ഒന്നും എഴുതാതെ ഒരു ലെറ്റർ ഹീറോയിന്റെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തായാലും ഡാലി തന്നെയാണ് അയച്ചത് എന്ന് ഇപ്പോൾ അവൾക്ക് കൺഫേം ആയി. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ശരി നീ ജാർവിസിനെ സംശയിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് അവൻ ഒരുപാട് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നല്ല ബിസി ആയിട്ടുണ്ട്, എന്തോ ഒരു രഹസ്യം മറയ്ക്കുന്നത് പോലെ. ആരോടാണ് അവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ വിചാരിക്കും ഇനിയിപ്പോൾ ആ ഒരാളായിരിക്കും ജാർവിസിന്റെ മരണത്തിന് കാരണം എന്ന് ഹീറോയിൻ വിചാരിക്കുമ്പോൾ അവിടേക്ക് ഹീറോ വരുന്നു. എന്നിട്ടാണ് ഡാലിയെ കണ്ടിട്ട് ഓക്കെ ഡാലിയ നീയും ജാർവിസും തമ്മിൽ 3 വർഷമായിട്ട് റിലേഷനിലായിരുന്നു, അതുകൊണ്ട് തന്നെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ ഇത് കേട്ട ഹീറോയിൻ പറയും ശരി ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അവരോടൊപ്പം തന്നെ പോവാണ്. അങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ട് ഇന്നലെ രാത്രി ഡാലിയ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഡാലിയയ്ക്ക് ഒരു അമ്മയും അതേപോലെ തന്നെ സ്റ്റെപ്പ് സിസ്റ്ററുമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി മുഴുവനായിട്ടും. അതേപോലെ തന്നെ ഇന്നലെ രാത്രി 6:45 ഞാൻ ജാർവിസിനെ വിളിക്കുന്നത്. കൂടാതെ എനിക്ക് അവന്റെ മേളിലെ ഒരു സംശയമുണ്ട്, അവൻ വേറെ ആരെങ്കിലുമായിട്ട് ഒരു അഫെയറിലുണ്ടോന്ന്. ഈ കാര്യം മുഴുവനായിട്ടും ഡാലിയ ഹീറോയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇതിനിടയിൽ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഹീറോ പറയും അതെ കുറച്ചു നേരമൊന്നും മിണ്ടായിരിക്കാൻ കഴിയൂ എന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോ പറയും ഓക്കെ ജാർവിസിന് ഒരു അഫെയർ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ അവനെ കൊല്ലാനായിട്ട് നിനക്കും മോട്ടീവ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഡാലിയ നിങ്ങൾ ഇപ്പോൾ സസ്പെക്റ്റ് ആണ്, അതുകൊണ്ട് ഈ സ്ഥലം വിട്ട് നിങ്ങൾ എവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് പറഞ്ഞു വിടുന്നതും വെളിയിൽ വരുമ്പോൾ ഡാലിയ നല്ലതുപോലെ പേടിക്കും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഡാലിയ നീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ഈ കേസ് ഞാൻ സോൾവ് ചെയ്യും എന്ന് പറഞ്ഞ് ഡാലിയെ സമാധാനിപ്പിക്കും. അപ്പോഴാണ് ഡാലിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ അവർ വരുന്നത്. അവരുടെ പേര് കോളിൽ നിന്നാണ്. സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിലും ഡാലിയെ അവർക്ക് അത്ര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഈ ക്രൈം സീൻ ഉണ്ടല്ലോ ജാർവിസിന്റെ വീട്, അവിടേക്ക് വേറെ ആരും അറിയാതെ പോലീസൊന്നും കാണാതെ ഉള്ളിലേക്ക് പോകും. അതുമല്ല ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നിരിക്കുമ്പോഴാണ് താഴെ ഒരു പേന കിടക്കുന്നത് അവൾ കാണുന്നത്. അപ്പൊ ഇന്നലെ രാത്രി ഒരു സ്ട്രേഞ്ചർ ഇവിടെ നിന്നിരുന്നല്ലോ, ഒരുപക്ഷെ അവന്റെ കയ്യിൽ നിന്ന് വീണ പേന ആയിരിക്കും അത്. ഈ കാര്യം നമുക്കറിയാം, പക്ഷെ ഡാലിയക്ക് അറിയത്തില്ല. കൂടാതെ ആ പേനയില് ബാങ്ക് ഓഫ് ബാബിൾട്ടൺ എന്ന് എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഈ നഗരത്തിന്റെ പേരുണ്ടല്ലോ അതാണ് ബാബിൾട്ടൺ. അങ്ങനെ അതും നോക്കി നിൽക്കുന്നത് ഹീറോയിന്റെ പിറകില് ഒരാൾ വന്ന് നിൽക്കുന്നു. ഹീറോയെ പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ പേര് പീറ്റർ എന്നാണ്. ഇതുപോലെ ജാർവിസിന്റെ വീട്ടിൽ അയാൾ ഇന്നലെ രാത്രി എന്തോ ഒരു കാര്യം കൊണ്ടിട്ടിരുന്നു. ഇന്നത് എടുക്കാനായിട്ട് വന്നപ്പോൾ അവിടെ മൊത്തമായിട്ട് പോലീസ് നിൽക്കുന്നതെല്ലാം കണ്ടിട്ടാണ് അയാൾ ഇവിടേക്ക് വരാതിരുന്നത്. ഇപ്പൊ ആ കാര്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അതെ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നപ്പോൾ ജാർവിസും അവന്റെ സുഹൃത്തുക്കളും പോക്കർ ഗെയിം കളിക്കുമായിരുന്നു. അപ്പൊ അതിലൊരാളായിരുന്നു ഇയാള്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 4 സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിരുന്നല്ലോ, അതിലൊരാളാണ് ഇയാളും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല ഇന്നലെ രാത്രി നിങ്ങൾ ഇവിടെ എന്ത് സാധനം വിട്ടിട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും സോറി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഓക്കെ ആരൊക്കെയാണ് ഇന്നലെ പോക്കർ ഗെയിം കളിച്ചത്, അവരുടെ പേര് പറയാൻ പറയുമ്പോൾ അവരുടെ എല്ലാവരുടെയും പേര് ഇയാൾ പറയും. അതേപോലെ തന്നെ ഓരോ മാസവും ആദ്യത്തെ ആഴ്ച തന്നെ പോക്കർ ഗെയിം കളിക്കണം, അതാണ് ജാർവിസിന്റെ ഒരു പഴക്കം. പക്ഷെ ഇന്നലെ പെട്ടെന്ന് അവന്റെ ആ ഒരു രീതി അവൻ മാറ്റി വെനസ്ഡേ ആണ് അവൻ ഗെയിം കളിക്കാനായിട്ട് തയ്യാറായത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഓക്കെ അവനെ പറ്റി നല്ലതുപോലെ അറിയുന്ന ആരോടെങ്കിലും നിങ്ങളത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് പീറ്റർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അയാൾ പോയതും ഹീറോയിൻ ഇപ്പോൾ അതിനകത്തെല്ലാം കറങ്ങി നടക്കുന്ന കണ്ടിട്ട് ജാർവിസിന്റെ അയൽക്കാരൻ ഒരു അപ്പൂപ്പനുണ്ട്, അയാൾ തോക്കും കൊണ്ട് അവിടേക്ക് വരും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അയ്യോ എന്നെന്ന് ചെയ്യരുത്, ഞാൻ ജാർവിസിന്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പന് ജാർവിസിനെ തന്നെ ഇഷ്ടമല്ല, പിന്നെയല്ലേ ഈ സുഹൃത്ത്. അപ്പോൾ ഹീറോയിൻ അയാളോട് ചോദിക്കും ഓക്കെ ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം
ജാർവിസിന്റെ വീട്ടില് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കണ്ടോ ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും ഇന്നലെ രാത്രി മുഴുവനും അവന്റെ വീട്ടിൽ നല്ല ബഹളമായിരുന്നു, എനിക്ക് നല്ല ദേഷ്യം വന്നു. അതേപോലെ ഒരു 11 മണിയായപ്പോൾ അവന്റെ വർക്ക്ഷോപ്പിൽ എന്തോ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഇത്ര കൺഫേം ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയൽക്കാരന്റെ വീട്ടിലെ ജനാലയിൽ ആ ഒരു വെളിച്ചം അടിച്ചിരുന്നു, അതുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. അല്ലാതെ ജാർവിസിന്റെ വർക്ക്ഷോപ്പിലേക്ക് ആരെങ്കിലും കയറിയതായിട്ടോ അങ്ങനെ ഒരു കാര്യം അയാൾ കണ്ടില്ല. കൂടാതെ അയാളുടെ വീട് അയാൾ വിൽക്കാനായിട്ട് നിൽക്കാണ്. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ ഡാലി ഉണ്ടല്ലോ, അവളെ വിളിക്കും. അവളെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി ജാർവിസ് അവന്റെ ഫ്രണ്ട്സുമായിട്ട് പോക്കർ ഗെയിം കളിച്ചിരുന്നു, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഡാലിയ പറയും ജാർവിസ് സാധാരണയായിട്ട് എല്ലാ ഫ്രൈഡേയും അവന്റെ സുഹൃത്തുക്കളായിട്ട് പോക്കർ ഗെയിം കളിക്കും, അതെനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് വെനസ്ഡേ അവൻ ഈ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, ഓ അങ്ങനെയാണെങ്കിൽ അവന്റെ പോക്കറിൽ നിന്ന് കിട്ടിയ ആ ഒരു 20,000 രൂപ അവൻ പോക്കർ ഗെയിം കളിച്ചിട്ട് കിട്ടിയതായിരിക്കണം എന്ന് പറയുമ്പോൾ ഡാലിയ പറയും പക്ഷേ ജാർവിസും ഫ്രണ്ട്സും ഒരിക്കലും പണം വെച്ച് ഗെയിം കളിക്കാറില്ല. ഓ അങ്ങനെയാണല്ലേ, ശരി, ഞാൻ അയാളുടെ അയൽക്കാരനുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡാലിയോട് പറയുമ്പോൾ ഡാലിയ പറയും ആ അയൽക്കാരനെ ജാർവിസിനെ കണ്ടാൽ തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അയാൾ പറയുന്ന ഒരു കാര്യവും നീ വിശ്വസിക്കരുതെന്ന് ഡാലിയ പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫർണിച്ചർ ബിസിനസ്സില്ലേ അതിൽ കിട്ടിയ പണമായിരിക്കും എന്ന് പറയുമ്പോൾ ഡാലിയ പറയും ഇല്ലില്ല, ജാർവിസ് ഒരിക്കലും ഫർണിച്ചർ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പണം ഒരിക്കലും ക്യാഷ് ആയിട്ട് വാങ്ങിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളൊരു സംശയം ജാർവിസിന്റെ കയ്യിൽ ആ പണം എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇതിപ്പോ ഒന്നാമത്തെ ഒരു ചോദ്യമായേ, എല്ലാവരും മനസ്സിൽ വെച്ചോ. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ജോഡി എന്ന് പറഞ്ഞിട്ട് ജാർവിസിന്റെ സുഹൃത്തുണ്ടല്ലോ അവളുടെ വീട്ടിലേക്ക് പോകും. ആ വീടിന് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും കറക്റ്റ് സമയത്ത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കല്ല നിങ്ങളെന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഇതുപോലെ ജാർവിസ് അവരുടെ സുഹൃത്തുക്കളായിട്ട് അവസാനമായിട്ട് പോക്കർ ഗെയിം കളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഹീറോ പറയും അല്ല ഈ കാര്യത്തെപ്പറ്റി ഡാലി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഹീറോയും പറയും ജാർവിസ് വെനസ്ഡേ ഈ പോക്കർ ഗെയിം കളിക്കുന്ന കാര്യം അവൾ പോലും അറിഞ്ഞിട്ടില്ല, അവൾ ഇന്നാണ് അത് അറിയുന്നത് എന്ന് പറഞ്ഞ് ഡാലിയെ അവൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് ചെന്ന് ജോഡിയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ പോക്കർ ഗെയിം കളിക്കുമ്പോൾ ജാർവിസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അവൻ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു പോക്കർ ഗെയിമിന്റെ റൂൾസ് പ്രകാരം ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതും കൂടാതെ ജാർവിസിന്റെ ടെൻഷന് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. കൂടാതെ ജോഡി കുറച്ചു നാള് ജാർവിസിന്റെ കൂടെ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജാർവിസിന്റെ മരണം എനിക്കും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഹീറോയും ചോദിക്കും ശരി അന്ന് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ആരാ അതിൽ ജയിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിൽ ജയിച്ചത് കോർണറാണെന്ന് ജോഡി പറയും. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനും അവിടെ നിന്നും അടുത്തതായിട്ട് പോകുന്നത് കോർണറിന്റെ വീട്ടിലേക്കാണ്. സത്യത്തിൽ കോർണർ ഒരു ബാങ്ക് സ്റ്റാഫാണ്. ഇപ്പൊ കോർണറോട് ഇവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യ അതിനകത്തേക്ക് കയറി വരും. അതുമല്ല ജാർവിസിനെ അവസാനമായിട്ട് കണ്ട സുഹൃത്തുക്കളിൽ ഒരാളാണല്ലോ കോർണർ, അതുകൊണ്ടായിരിക്കും പോലീസ് വന്നത് എന്നുള്ള കാര്യം ആ ഭാര്യ മനസ്സിലാക്കും. അപ്പോഴാണ് കോർണർ പറയുന്നത് ജാർവിസ് മരണപ്പെട്ട കാര്യം പീറ്റർ പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ അറിഞ്ഞത്. സത്യത്തിൽ ജോഡി പീറ്ററിനെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ പീറ്റർ എന്റെ ബാങ്കിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനും ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് കോർണറിന്റെ ഭാര്യ ഇന്നലെ രാത്രി ഞാൻ തിയേറ്ററിലായിരുന്നു എന്ന് അവളോട് ചോദിക്കാതെ തന്നെ അവൾ ഉത്തരം പറയും. ഇന്നലെ ഞാൻ തിയേറ്ററിൽ ഡ്രാമയെല്ലാം കണ്ടിട്ട് ഏകദേശം 11 മണിയായി. അതിന് മുന്നേ തന്നെ എൻ്റെ ഭർത്താവ് കോർണർ ഒരു 10:15 തന്നെ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും ശരി 10:15 നിങ്ങൾ വീട്ടിൽ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും പോക്കർ ഗെയിം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് 10:15 തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു എന്ന് കോർണർ പറയും. അതുമല്ല എൻ്റെ ബാങ്കിലാണ് ജാർവിസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അവൻ ഈ ബിസിനസ് ചെയ്യുന്ന പണമെല്ലാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിനെല്ലാം സഹായിക്കുന്നത് ഞാനാണെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുന്നതും കോർണറിന്റെ ഭാര്യ അവനെ കളിയാക്കി ചിരിക്കുന്നത് പോലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ജാർവിസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം എന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കും. അത് കഴിഞ്ഞ് ഹീറോ ചോദിക്കും ഓക്കെ ജാർവിസിന്റെ പോക്കറ്റിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ കോർണർ പറയും ഇല്ല അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോഴാണ് കോർണറിന്റെ ഭാര്യ അല്ല നമുക്ക് ഡിന്നറിന് സമയമായി പോകണ്ടേന്ന് ചോദിച്ച് അയാളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് ഹീറോയിൻ ഓക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൊന്ന് സൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല ഇതുപോലുള്ള കാര്യമൊന്നും പ്രോട്ടോകോളിലില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ചോദിക്കുന്നത് എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഹീറോയിന് അതിനൊരു കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, ജാർവിസിന്റെ വീട്ടിലെ ആ ഒരു മരത്തിനടുത്ത് നിന്ന് ഒരു പേന കിട്ടിയല്ലോ അത് ആരുടേതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ തന്നെ കോർണർ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേന എടുത്ത് സൈൻ ചെയ്യുന്നു, അതും ഒരു ഗോൾഡ് കളർ പെൻ. അപ്പോൾ കോർണറിന്റെ ഭാര്യ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൽ പേനയില്ല. അങ്ങനെ അവളുടെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പേന എടുക്കുന്നു, അതും ചുവന്ന കളറിലുള്ള ഒരു പേന. ആ പേനയാണെങ്കിലോ ബാങ്ക് ഓഫ് ബാബിൾട്ടൺ എന്നെഴുതിയിട്ടുള്ള ആ ഒരു പേനയാണ്. ഇതേ പേന തന്നെയാണ് ഹീറോയിന് അവന്റെ വീടിനടുത്തുള്ള ആ ഒരു മരത്തിനടുത്ത് നിന്ന് കിട്ടിയത്.
അപ്പോൾ തന്നെ ഹീറോയെ വിളിച്ചിട്ട് ദേ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു പേനയെ പറ്റി അവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് കോർണർ വെട്ടുന്ന വെളിയിലേക്ക് വരുന്നത്. എന്നിട്ട് തൻ്റെ ഭാര്യ അറിയാതെ ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്. സാർ, എൻ്റെ ഭാര്യയ്ക്ക് തന്നെ അറിയത്തില്ല ഞാൻ പോക്കർ ഗെയിം കളിക്കാനാണ് വെനസ്ഡേ പോയതെന്ന്. കാരണം അവൾക്ക് എന്നോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അവളുടെ വെഡ്ഡിംഗ് റിങ് അവൾ കളഞ്ഞു. പകരം ഞാൻ മറ്റൊരു റിങ് വാങ്ങി. പക്ഷെ അത് സൈസ് ചെറുതായിപ്പോയി. ആ ദേഷ്യത്തിൽ അവളിപ്പോൾ എന്നോട് മിണ്ടാതെ മറ്റൊരു മുറിയിലാണ് കഴിയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പോക്കർ ഗെയിം കളിക്കാൻ പോകുന്ന അന്നത്തെ ദിവസം അവൾ മറ്റൊരു റൂമിലായിരുന്നു എന്ന് വിചാരിച്ചാണ് ഞാൻ വെളിയിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ അവൾ അതേ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ തിയേറ്ററിൽ പോയി എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ആ കാര്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. അതുകൊണ്ട് അവൾ സത്യത്തിലെ തിയേറ്ററിലേക്ക് തന്നെയാണോ പോയത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് കോർണർ പറയും. അപ്പോൾ മൊത്തത്തിലെ കോർണർ 10:15 തന്നെയാണ് വീട്ടിലേക്ക് വന്നെന്നുള്ള കാര്യം ആ ഭാര്യയ്ക്കും അറിയത്തില്ല. അതേപോലെ തന്റെ ഭാര്യ തിയേറ്ററിലേക്കാണോ പോയത് അതോ 11 മണിക്ക് അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നെന്നുള്ള കാര്യവും കോർണറിനും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പറയുന്ന ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അതിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഹീറോ പറയും ശരി, ജാർവിസിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും എടുത്ത് നാളെ തന്നെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഹീറോയിനും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹീറോയിനും ഒരു റെസ്റ്റോറന്റിൽ കണ്ടുമുട്ടാണ്. അതുമല്ല, ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരെ പറ്റി നമ്മുടെ ഹീറോയിന് നേരത്തെ തന്നെ അറിയാം. ഇത് മനസ്സിലാക്കിയ ഹീറോ ഇപ്പോൾ ഹീറോയിനോട് ജാർവിസിന്റെ കേസിനെ പറ്റി സംസാരിക്കുകയാണ്. കാരണം അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കേസിന് നല്ലതായിരിക്കും. അപ്പോൾ ടോക്സിക്കോളജി റിപ്പോർട്ട് അതില് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ലൈറ്റ്സ്, സ്വിച്ച്, ഇതിലും പ്രത്യേകം ഫിംഗർ പ്രിന്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ കില്ലർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും സ്വിച്ചിലും മറ്റു കാര്യങ്ങളെല്ലാം ജാർവിസിന്റെ ഫിംഗർ പ്രിന്റ് കാണേണ്ടതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ കില്ലർ എല്ലാ ഭാഗവും വൃത്തിയായിട്ട് തുടച്ചിട്ടാണ് പോയിട്ടുള്ളത്. കൂടാതെ ജാർവിസിന്റെ ഫോണ് അൺലോക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിലുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ സംശയങ്ങൾ പറയുന്നത്. ഞാനന്ന് ജാർവിസിന്റെ ബോഡി ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഷെഡിന് പുറകിലൂടെ ആരോ പോകുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പീറ്റർ എന്തുകൊണ്ടാണ് ആ ഒരു ക്രൈം സീനിലേക്ക് വന്നത്. മൂന്നാമത്തെ കാര്യം, കോർണറിന്റെ ഭാര്യ യൂസ് ചെയ്യുന്ന ആ ഒരു പേന ജാർവിസിന്റെ വീട്ടിലെ മരത്തിന്റെ മൂട്ടില് എങ്ങനെ വന്നു? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല, ഈ ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾ കറങ്ങി നടക്കാതെ അത് എന്റെ കയ്യിൽ തന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയും പറയും ഓക്കെ ഞാൻ ഇതായാലും തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ വീട്ടിലെ ജനാല തകർന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ആരും ഒരാൾ കല്ലെടുത്തെറിഞ്ഞു. ആ കല്ല് വീടിനകത്തുണ്ട്. അതുമല്ല ആ ഒരു കല്ലിനോട് ചേർത്ത് തന്നെ എന്തോ ഒരു പേപ്പറും കെട്ടിവെച്ചിട്ടുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അവളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഒരിക്കലും തലയിടരുത് നെല്ലി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ അടുത്ത ദിവസം തന്നെ തന്റെ മാഗസിൻ ഓഫീസിലേക്ക് ചെല്ലുന്നിട്ട് അവിടുത്തെ ന്യൂസ് ബോർഡ് ഉണ്ടല്ലോ അത് തിരിച്ചിട്ട് ഈ കേസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കേസിൽ ആദ്യമായിട്ട് പോലീസ് സംശയിക്കുന്നത് ജാർവിസിന്റെ ഗേൾഫ്രണ്ടിനെയാണ്. അവളുടെ മോട്ടീവ് എന്താണ്? ജാർവിസ് അവളെ ചീറ്റ് ചെയ്തു, അതുകൊണ്ടായിരിക്കാം കൊന്നത് എന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത്. പക്ഷേ കൊല നടന്ന സമയത്ത് ഡാലിയ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു. അതുമല്ലാതെ ക്രൈം സീനിൽ നോക്കുമ്പോൾ വിരലടയാളം, കാലിന്റെ അടയാളം, അതേപോലെ തന്നെ ഒരു വണ്ടി വന്ന ടയറിന്റെ ഇങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കില്ലർ കൊല ചെയ്തതിനു ശേഷം ആ വർക്ക്ഷോപ്പിലെ എല്ലാ ഭാഗവും തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ജാർവിസിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു പണം അത് കില്ലർ മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൊലയാളിക്ക് ആ കാര്യം അറിയാതെ പോയി കാണും. ഇപ്പൊ കോർണറിന്റെ ഭാര്യ വെനസ്ഡേ തിയേറ്ററിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. അതൊരു കള്ളമാണെന്നുണ്ടെങ്കിൽ മരത്തിന് ചുവട്ടിൽ ഒളിച്ചിരുന്നത് അവരായിരിക്കണം. അതുമല്ല, കോർണറിന്റെ ഭാര്യ 2 ഇടങ്ങളിൽ ഡബിൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഹീറോയിന്റെ ഓഫീസിലെ ഒരു ലേഡിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കോർണറിന്റെ ഭാര്യ ഒരിക്കലും ഡ്രാമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം അവർ കൺഫേം ആയിട്ട് പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജാർവിസും കോർണറിന്റെ ഭാര്യയും അഫെയറിലുണ്ടാവും എന്നുള്ളൊരു സംശയമാണ് ഇതിൽ വരുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കോർണറും അവന്റെ ഭാര്യയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. കൂടാതെ ലാസ്റ്റ് ദിവസം കോർണർ ജാർവിസുമായിട്ട് പോക്കർ ഗെയിം കളിച്ചു. അതിനും എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവാം. അതേപോലെ തന്നെ ജാർവിസ്, അതേപോലെ തന്നെ ഗ്രേസ്, പീറ്റർ, ജോഡി, ഇവര് 3 പേരും ജാർവിസിനോടൊപ്പം പോക്കർ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവോ? അതും ഹീറോയിൻ അറിയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മറ്റൊരു സംശയം എന്താന്ന് വെച്ചാല് ജാർവിസിന്റെ അയൽക്കാരനുണ്ടല്ലോ, അയാൾക്കാണെങ്കിൽ ജാർവിസിനോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. അത് കാരണം സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട് ജാർവിസിനെ കൊന്നതാവാം. അതുപോലെ അയാൾ ഉടനെ തന്നെ ഇവിടെ വീട് മാറി പോകുന്നുള്ള കാര്യം ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ആ ഒരു അയൽക്കാരന്റെ ഫോട്ടോ ഒരു ദിവസം ഇവരുടെ മാഗസീനിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ആ ഫോട്ടോ അടുത്ത് നിൽക്കുന്ന ആ പെണ്ണ് ഹീറോയിനെ കാണിച്ചു കൊടുക്കും. അതിലെ നെയ്ബറിനോടൊപ്പം ഒരു ലേഡി നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, കോർണറിന്റെ ഭാര്യ. അത് നെയ്ബറിന്റെ നീസാണെന്ന് ഇപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു വിധത്തിൽ ഹീറോയിൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വന്നിട്ട് ഓക്കെ നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ട് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ വരുമ്പോൾ ഡാലിയയും അതേപോലെ തന്നെ ഡാലിയുടെ അമ്മയും സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ കോർണറിന്റെ ഭാര്യ അതുവഴിയെ നടന്നു പോകുന്നത് ഹീറോയിൻ കാണും. ഇത് കാണുമ്പോൾ ഹീറോയിൻ ഓടി അവരുടെ പിറകെ ചെന്നിട്ട് ഇപ്പൊ അവളോട് ചോദിക്കും, അല്ല
കോർണർ ജാർവിസിന്റെ പണം കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അവനെ കളിയാക്കി ചിരിച്ചല്ലോ. കോർണറിന്റെ ഭാര്യ പറയും ഫർണിച്ചർ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പണം മുഴുവനായിട്ടും ജാർവിസ് ചെലവാക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ജാർവിസിന്റെ കയ്യിൽ പണമില്ല. അതേപോലെ തന്നെ എന്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഫീസും ജാർവിസ് ഇതുവരെയും കൊടുത്തിട്ടില്ല. അതും കൂടാതെ ഒരു ജ്വല്ലറി സ്റ്റോറിൽ ഞാൻ ജാർവിസിനെ ഒരു ദിവസം കണ്ടിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു എൻഗേജ്മെന്റ് റിംഗ് പോലും വാങ്ങിക്കാനുള്ള പണം അവന്റെ കയ്യിലില്ലാതെ അവൻ അവിടെ നിന്ന് പോകുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോ ഹീറോയിൻ ചോദിക്കും ഓക്കെ, ആ ഒരു ജാർവിസിന്റെ അയൽക്കാരൻ അയാൾ നിങ്ങളുടെ അങ്കിളാണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറയാതെ സോറി എനിക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവര് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ സ്റ്റേഷനകത്തേക്ക് കയറുമ്പോഴാണ് ഡാലിയുടെ അമ്മ ഹീറോയോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഡാലിയെ ഇവര് സംശയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. കൂടാതെ ജാർവിസിനെ ഇവർക്ക് ഇഷ്ടമല്ല. ഞാൻ എത്ര അവളോട് പറഞ്ഞു അവൻ വേണ്ടാന്ന്, പക്ഷെ അവൾ ഒരിക്കലും കേട്ടില്ല. അപ്പൊ ഇവർ ചോദിക്കും അല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ജാർവിസിനെ വേണ്ടാന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവൻ എന്റെ മകളെ സ്നേഹിച്ചത്. അതുമല്ല ജാർവിസിനെ വേറെ ആരോടോ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഡാലിയുടെ അമ്മ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കും അല്ല ഇത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഞാൻ ജാർവിസിന്റെ പിറകെ പറഞ്ഞു വിട്ടു. ഒരുപക്ഷെ അവൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കണ്ടുപിടിച്ച് എന്റെ മകളെ കാണിച്ച് അവനുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അന്ന് ബുധനാഴ്ച രാത്രിയിലും ജാർവിസിന്റെ വീടിന് വെളിയിൽ ആ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നു എന്ന് ഡാലിയുടെ അമ്മ പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട് ജാർവിസിന്റെ വീടിന് പുറത്ത് നിന്ന് ഈ കാറിലിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തല്ലോ, അത് വേറെ ആരുമല്ല ഡാലിയുടെ അമ്മ നിയമിച്ച ആ ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പൊ ഈ കാര്യം കേൾക്കുന്നതും ഹീറോയിനും പെട്ടെന്ന് അത്ഭുതപ്പെട്ടിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. കാരണം അന്ന് രാത്രി തന്നെയാണ് കൊലയും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഇവര് രണ്ടുപേരും ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ ആ ഒരാളെ കാണാനായിട്ട് പോകും. അയാളുടെ ഓഫീസിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ അയാളുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു. അതും കൂടാതെ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവും അവിടെ കാണുന്നില്ല. ഇവര് നല്ലതുപോലെ പരിശോധിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള കമ്പ്യൂട്ടർ ഇല്ല, അതേപോലെ തന്നെ സെക്യൂരിറ്റി ക്യാമറ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ അയാൾ ഇപ്പൊ അകത്തേക്ക് കയറി വരുന്നു. ഇയാളും ഇപ്പോഴാണ് ഓഫീസിലേക്ക് വരുന്നത്. അതുപോലെ ഓഫീസ് അലങ്കോലമായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഹേയ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ ഹീറോയിനോട് അയാൾ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ മോഷണം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പറയും അതൊന്നും കുഴപ്പമില്ല, എല്ലാത്തിന്റെ ബാക്കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നതും ഇപ്പോഴാണ് ഹീറോയിന് സമാധാനമാവുന്നത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഇതുപോലെ ഡാലിയുടെ അമ്മയാണോ നിങ്ങളെ ജാർവിസിനെ ഫോളോ ചെയ്യാനായിട്ട് ഹയർ ചെയ്തത്? അതെ, അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നിങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിരുന്നു? അതെ ഞാൻ എടുത്തിരുന്നു. അന്ന് ഒരാൾ ഹോടിയിട്ടിട്ട് അവരുടെ വീടിന്റെ വെളിയിൽ ഒരു മരത്തിന് പുറകിലായിട്ട് നിൽക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്തു. അതുമല്ല ജാർവിസ് ആർക്കോ വേണ്ടി ഒരു ഡയമണ്ട് റിംഗ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ റിംഗ് ദേ ഇതാണെന്നും പറഞ്ഞ് ആ ഡിറ്റക്റ്റീവ് ഹീറോയിന് കാണിച്ചു കൊടുക്കും. ഈ റിംഗിന്റെ വില $18,000. 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് ജാർവിസ് ഈ റിംഗ് ആ ജുവലറിയിൽ പോയി കണ്ടത്. അതുപോലെ അടുത്ത ഫ്രൈഡേ വന്നിട്ട് പണം തന്ന് ഇത് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിട്ടുള്ളത് എന്നും ആ ഒരു ഡിറ്റക്റ്റീവ് പറയും. അതേപോലെ ഫ്രൈഡേ നൈറ്റ് ഏതോ ഒരു റെസ്റ്റോറന്റിലെ ടേബിളും ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ വെനസ്ഡേ നൈറ്റ് തന്നെ അവൻ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ ഹീറോയിന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ജാർവിസ് ഡാലി ഉണ്ടല്ലോ അവളെ ഫ്രൈഡേ കണ്ടിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവൻ വെനസ്ഡേ തന്നെ ആ ഒരു പോക്കർ ഗെയിം കളിച്ചത്. ഈ രഹസ്യമാണ് ഡാലിയിൽ നിന്നും അവൻ ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതും, കാരണം അവൾ അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഡാലിയാണെങ്കിൽ അത് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഈ റിങ് കൺഫേം ആയിട്ടും ഡാലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ വാങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് പറയും അതെ ഡാലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ അത് വാങ്ങിയത്. ഡാലിയുടെ വിരൽ സൈസ് മാച്ച് ചെയ്യുന്നത് പോലെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയാണ് അവൻ ആ ഒരു ജുവലറിക്കകത്തേക്ക് തന്നെ പോയത്. പക്ഷെ ആ ഫ്രണ്ട് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നയാൾ പറയും. അപ്പോൾ ഹീറോയിൻ പറയും ഓക്കെ അതെല്ലാം ശരി, ഈ റിങ് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ ഡാലിയുടെ അമ്മയാണ് ഈ റിങ് വാങ്ങിക്കാൻ പറഞ്ഞത്. തന്റെ മകൾക്ക് വന്ന് ചേരേണ്ട ആ ഒരു റിങ് വേറെ ആർക്കും പോകരുത്, അതുകൊണ്ടാണ് അത് വാങ്ങാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിറ്റക്റ്റീവ് പറഞ്ഞു തീരുന്നതും വെളിയിലേക്ക് പോയ ഹീറോ ഉണ്ടല്ലോ ഫോറൻസിക് ഓഫീസർമാരായിട്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും നിങ്ങൾ വിഷമിക്കണ്ട, ബാക്കപ്പ് അയാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് വെളിയിലേക്ക് പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഒരു മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു അയൽക്കാരനായിട്ടുള്ള അപ്പൂപ്പനും അതേപോലെ തന്നെ കോർണറിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇവരെ രണ്ടുപേരെ പറ്റി ഈ അമ്മൂമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് ചില കാര്യങ്ങൾ ഹീറോയിൻ ചോദിച്ച് മനസ്സിലാക്കും. ഇതുപോലെ ആ നെയ്ബർ അയാളുടെ വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, അതിന് സഹായിക്കുന്നതേ കോർണറിന്റെ ഭാര്യയാണ്. കാരണം ആ നെയ്ബറിനെ അറിയാത്ത ആളുകളായിട്ട് കച്ചവടം ചെയ്യുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കോർണറിന്റെ ഭാര്യ തന്നെ ഒരാളെ കണ്ടുപിടിച്ച ആ ഒരു വീട് $3 ലക്ഷം അയാൾക്ക് വിൽക്കുന്നത്. അപ്പോൾ ഹീറോയിന് ഒരു സംശയമുണ്ട്, ആ ഒരു അയൽക്കാരന്റെ വീടിനെ ഇതിലും കുറച്ചുകൂടി പണം കിട്ടും, പക്ഷെ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് അത് വിൽക്കാൻ കാരണം എന്താണ് എന്നുള്ള ആ ഒരു സംശയം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഇത് മതിയായിരിക്കും, അതുകൊണ്ടായിരിക്കും വീട് വിറ്റത് എന്ന് ആ മുത്തശ്ശി പറയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയിന് പോകുന്നത് ജോഡിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ജാർവിസിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ നമ്മുടെ ജോഡിക്ക് കാണിച്ചു കൊടുക്കും. അതിൽ വേറെ ഒന്നുമല്ല, ജോഡിയുടെ ഫോട്ടോ തന്നെയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലൂടെ ഇവർ സംശയിക്കുന്നത് ജാർവിസും ജോഡിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ജോഡി പറയും
ഈ ഫോട്ടോ എടുത്ത സിറ്റുവേഷൻ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സത്യത്തിൽ ഒരു ബെറ്റ് വെച്ചപ്പോൾ ഞാൻ അതിൽ തോറ്റുപോയി. അതിൽ തമാശയ്ക്ക് എടുത്തൊരു ഫോട്ടോ ആണിത് എന്ന് ജോഡി പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിനും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും. അവിടെ വെച്ച് ഇവർ സാധാരണ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഹീറോയിനെ പറ്റിയുള്ള കാര്യം ഹീറോ മനസ്സിലാക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റിൽ ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് മരണപ്പെട്ടു എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഈ ബാബിൾടൺ ടൗൺ അവിടെയുള്ള എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയിലേക്ക് പങ്കെടുക്കുകയാണ്. അവിടെ വെച്ചാണ് ഹീറോയിൻ പീറ്ററിനെ കാണുന്നത്. അതുമല്ല, ജാർവിസിന്റെ വീട്ടിൽ അന്ന് രാവിലെ ഇവരെന്തോ ഒരു കാര്യം എടുക്കാൻ വന്നല്ലോ. അതെന്ത് കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരും പോക്കർ ഗെയിം കളിക്കുമ്പോൾ പീറ്ററിന്റെ ഭാര്യ തന്റെ വാച്ച് വെച്ചിട്ടാണ് ഗെയിം കളിച്ചത്. അപ്പോൾ ആ വാച്ച് ഇല്ലാതെ തന്റെ ഭാര്യ ഗ്രേസിന് നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വെനസ്ഡേ ഇവർ ഗെയിം കളിക്കുമ്പോൾ പീറ്റർ ആ വാച്ച് ജാർവിസിനോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ജാർവിസ് പറയും, ഇല്ലില്ല, വാച്ചൊന്നും തിരിച്ചു തരാൻ കഴിയത്തില്ല, റൂൾസ് എല്ലാം റൂൾസ് ആണ്, അത് തെറ്റിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേർ തമ്മിലും വഴക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രൈം സീനിൽ പോലീസ് എല്ലാവരും പോയതിനു ശേഷം ആ ഒരു വാച്ച് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് വന്നതെന്ന് പീറ്റർ പറയും. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. പീറ്ററിന്റെ ഭാര്യയുടെ വാച്ച് ജാർവിസ് ഡാലിയയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. ആ വാച്ച് ഇപ്പോൾ അവളുടെ കയ്യിലിരിപ്പുണ്ട്. അങ്ങനെ ഈ കാര്യം ഹീറോയിൻ കണ്ടുപിടിക്കുന്നതും പെട്ടെന്ന് തന്നെ ഹീറോ അവിടേക്ക് വന്ന് ഡാലിയനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും, നീയാണ് ജാർവിസിനെ കൊന്നതെന്നും പറഞ്ഞ് ഡാലിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡാലിയുടെ സിസ്റ്റർ ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഹീറോയെ വഴക്ക് പറഞ്ഞ്, ഇല്ലില്ല, അവളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല, കാരണം അന്ന് രാത്രി അവൾ എന്നോടൊപ്പമായിരുന്നു, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നെല്ലാം ചോദിച്ചിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഹീറോ ഡാലിയനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം പറയുന്നത്. ഡാലിയ ജാർവിസിനെ അവസാനമായിട്ട് വിളിച്ചത് 6:45-നാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവള് രാത്രി അവൻ അയച്ച മെസ്സേജ്, അതിനെപ്പറ്റി അവൾ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. അതും 11 മണി വരെയും അവനോട് അവൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ ജാർവിസിന് ആരും ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ, അത് ഡാലിയായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ജാർവിസിന്റെ ഫോൺ ഇവരെങ്ങനെയോ ആക്സസ് ചെയ്തു. അതിലാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഡാലിയെ രക്ഷിക്കാൻ വേണ്ടി, ഇതുപോലെ ഡാലിയ എനിക്ക് മാഗസീൻ ഓഫീസിലേക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു, അതും അഡ്രസ് പോലും വെക്കാതെ, അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചതിക്കുവാണെന്ന് പറഞ്ഞ്. അതുമല്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ജാർവിസിന്റെ വീട്ടിലേക്ക് ഞാൻ പോയത് എന്നുള്ള എല്ലാ കാര്യവും ഹീറോയോട് പറയുന്നതും ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഒരു കാര്യം നിങ്ങൾ ആദ്യമേ പറയത്തില്ലേ, എല്ലാം അവസാനോട് വന്ന് പറയുന്നത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയും പറയും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്തായാലും ഡാലിയല്ല ജാർവിസിനെ കൊന്നത്, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് പറയുന്നുണ്ടെങ്കിൽ കാര്യമില്ല, ഡാലിയ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ വന്നിട്ട് ഹീറോയിനോട് പറയും, പ്ലീസ് എന്റെ സഹോദരി എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആ ഒരു സഹോദരി കരയുമ്പോൾ അത് കഴിഞ്ഞ് ഹീറോയിൻ ഡാലിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഈ സഹോദരി ഉണ്ടല്ലോ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, അന്നത്തെ ദിവസം സിനിമയെല്ലാം കണ്ട് ഒരു 11:30 ആയപ്പോൾ ഞാൻ ഉറങ്ങാനായിട്ട് പോയി. പക്ഷേ ഹീറോ പറഞ്ഞത് ഡാലിയ ജാർവിസുമായിട്ട് 11:30 വരെ മെസ്സേജ് അയച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ 11:30-ക്ക് ശേഷം അവൾ ഇവിടെ നിന്ന് പോയിട്ട് ജാർവിസിനെ കൊന്നതായിരിക്കും എന്നുള്ളൊരു സംശയം ഹീറോയിൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ സഹോദരി പറയും, ഇല്ല, ഡാലിയ അന്നത്തെ ദിവസം വെളിയിൽ പോയതേയില്ല. അങ്ങനെയാണെങ്കിൽ ഡാലിയ റൂമിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തെളിയിച്ചേ മതിയാവും. അതിനെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് റൂമിന് വെളിയിൽ ഒരു സെക്യൂരിറ്റി ക്യാമറയുണ്ട്. അപ്പോൾ അതിൽ റെക്കോർഡായിട്ടുള്ള ഫോട്ടേജും എടുത്ത് ഹീറോയിനും ആ സഹോദരി നേരെ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് അവർക്കിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കൊല നടന്ന അന്നത്തെ ദിവസം രാത്രിയിൽ ഡാലിയ ഒരിക്കലും റൂം വിട്ട് വെളിയിലേക്ക് വന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഹീറോ പറയും, ഓക്കെ, ഇതെല്ലാം ശരിയായിരിക്കാം, എന്നാലും ഇപ്പോൾ എന്തായാലും ഡാലിയെ വെളിയിലേക്ക് വിടാൻ കഴിയത്തില്ല എന്ന് മാത്രം ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ആ സഹോദരിയും തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. എന്നിട്ട് ഹീറോയിൻ പറയും, പക്ഷെ എന്തോ ഒരു കാര്യം, എവിടെയോ എന്തോ ഒരു കാര്യമുണ്ട്. ജാർവിസിന്റെ മരണസമയം 10 മണി മുതൽ മിഡ്നൈറ്റ് വരെയാണ്. ആ ടൈമിൽ ഡാലിയയും നിങ്ങളും ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ജാർവിസ് അവോയ്ഡ് ചെയ്യുന്നത് വിചാരിച്ചാണ് ആ ദേഷ്യത്തിൽ ഡാലിയ അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. 11:30-ക്ക് മെസ്സേജ് അയക്കുന്നത് നിർത്തിയിട്ട് ഡാലിയ വീട് വിട്ട് എവിടേക്കും പോയിട്ടില്ല എന്നുള്ളത് ഫൂട്ടേജിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതുവഴിയല്ലാതെ വെളിയിലേക്ക് പോകാനായിട്ട് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഹീറോയിൻ നേരെ ഡാലിയുടെ റൂമിലേക്ക് പോയി നോക്കും. അങ്ങനെ ജനാലയുടെ അടുത്തേക്ക് വന്നിട്ട് ജനാല തുറന്ന് നോക്കുമ്പോൾ ജനാല വഴി ചാടി പുറത്തേക്ക് പോകാനായിട്ട് എന്തായാലും വഴി ഉണ്ടാവത്തില്ല എന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഡാലിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹീറോയിനെ വിളിക്കുന്നത്. എന്നിട്ട് ഡാലിയ പറയും, സോറി, ജാർവിസിന് അയച്ച ആ മെസ്സേജിനെ പറ്റി ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞില്ല, സോറി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് നമുക്ക് റിവീൽ ആവുന്നത്. എന്താണെന്നല്ലേ, ഹീറോയിന്റെ മാഗസീൻ ഓഫീസിലേക്ക് ഡാലിയ ഒരു ലെറ്റർ അയച്ചെന്ന് ഹീറോയിൻ വിചാരിച്ചല്ലോ. പക്ഷെ അത് തെറ്റാണ്. അവൻ എന്നെ ചതിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ലെറ്ററും ഞാൻ എഴുതി അയച്ചിട്ടില്ല. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ടാണ് അത് ഡാലിയ ആയിരിക്കുമെന്ന് ഹീറോയിൻ വിചാരിച്ചത്. കാരണം ആ ഒരു ഐ എന്ന് പറഞ്ഞ അക്ഷരത്തിന് മുകളിൽ ഒരു കുത്തിടാതെ അതിന് വരെ ഹാർട്ട് വരച്ചിരുന്നത് ഡാലിയ മാത്രമാണ്. അതറിയാവുന്ന ആരോ ഒരാളാണ് ഈ ലെറ്റർ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് ഇറങ്ങിയ ഹീറോയിൻ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് തിരിച്ചു കയറി പോകുന്നു. കാരണം ഡാലിയയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി നല്ലതുപോലെ അറിയാവുന്ന ഒരേ ഒരാള് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ മാത്രമാണ്. എന്നിട്ട് ഓടി വീടിനകത്തേക്ക് വന്ന് ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിന്റെ
റൂമിനകത്തേ കയറിപ്പോയിട്ട് അവരുടെ ജനാല തുറന്ന് നോക്കുന്നതും ആ ജനാല തുറന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ഒരു വഴിയുണ്ട്. ഇത് കണ്ടതും സ്റ്റെപ്പ് സിസ്റ്റർ പേടിച്ചിട്ട് വെളിയിലേക്ക് ഓടുന്നതും ഹീറോയിൻ പുറകെ തന്നെ പോയിട്ട് അവരെ പിടിക്കും. അവിടെയാണ് സ്റ്റെപ്പ് സിസ്റ്റർ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ് സിസ്റ്ററിനെ നമുക്കൊരു നല്ല പേര് കൊടുക്കണമല്ലോ. സാറ തന്നെ വിളിക്കാം. വേറെ ഒന്നുമല്ല, സാറയ്ക്ക് ഡാലിയോട് അത്ര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ജാർവിസിനെ അവൾക്ക് അത്ര ഇഷ്ടമല്ല. അതിന് കാരണം വേറൊന്നുമല്ല, ജാർവിസ് എപ്പോഴും അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോക്കർ ഗെയിം കളിക്കുന്നത്, ഡാലിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത്, ഇത് സാറയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജാർവിസിനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ ഡാലിക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം കിട്ടത്തില്ല എന്ന് സാറയ്ക്കറിയാം. അതേപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ജാർവിസ് ആ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് ഒരു ലേഡിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ, ഡാലിക്ക് ഒരു മോതിരം വാങ്ങിക്കാനായിട്ട്. ആ ഫ്രണ്ട് വേറെ ആരുമല്ല, സാറ തന്നെയാണ്. ഇപ്പോൾ സാറയുടെ വിരൽ സൈസ് വെച്ച് ഡാലിക്ക് ഒരു മോതിരം വാങ്ങി അവളെ പ്രപ്പോസ് ചെയ്യാമെന്നാണ് ജാർവിസ് വിചാരിച്ചിരുന്നത്. പക്ഷെ സാറയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് ജാർവിസിനോടൊപ്പം ആ ജ്വല്ലറി ഷോപ്പിലേക്ക് പോയത്. സത്യത്തിൽ ജാർവിസ് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ആളല്ല, പക്ഷെ തൻ്റെ സഹോദരിക്ക് ജാർവിസിന് ആവശ്യമില്ല എന്നാണ് സാറ വിചാരിച്ചത്. അതേപോലെ തന്നെ ഇവളുടെ മാഗസിൻ ഓഫീസിലേക്ക് ആ ലെറ്റർ അയച്ചത് സാറ തന്നെയാണ്. കാരണം ഇതുപോലൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഹീറോയിൻ ഡാലിയെ അഡ്വൈസ് ചെയ്ത് ജാർവിസുമായിട്ടുള്ള ആ ഒരു ബന്ധം പിരിക്കും എന്ന് സാറ വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറ അതുപോലൊരു ലെറ്റർ എഴുതി ഹീറോയിൻ അയച്ചു കൊടുത്തത്. അതുപോലെ കൊല നടന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ ഈ ജനാല വഴി ഇറങ്ങിയാണ് സാറ ജാർവിസിന്റെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ പോകാൻ കാരണം തന്റെ സഹോദരിയെ വിട്ട് നീ പോണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജാർവിസിന്റെ വീട്ടിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്നതാണ് അവൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നത്. അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്കും വെളിയിൽ എന്തോ ഒരു ശബ്ദം കിട്ടുമെന്ന് ഹീറോയിൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് സാർ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഒരിക്കലും കില്ലർ അല്ല എന്നുള്ള കാര്യം ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും ഹീറോയിൻ നേരെ തന്റെ മാഗസീൻ ഓഫീസിലേക്ക് തന്നെ പോവാണ്. അവിടെ ആ ഒരു മർഡർ ബോർഡ് ഉണ്ടല്ലോ, അത് നോക്കിയിരിക്കുമ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അതെടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നതും കോർണറിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾ അവിടെ ഒന്ന് നിൽക്കാണ്. എന്നിട്ട് പറയും ഒരിക്കലും ആ കോൾ എടുക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഫോൺ എടുത്തിട്ട് പറയും ഡിറ്റക്റ്റീവ് എന്നിങ്ങനെ ചോദിക്കുന്നതും കോർണറിന്റെ ഭാര്യ ഒരു കത്തി എടുത്തിട്ട് ഹീറോയിനോട് പറയും ഞാൻ ഇവിടെ വന്നതായിട്ട് ഒരിക്കലും അയാളോട് പറയരുതെന്നും പറഞ്ഞ് ആ കത്തി ഇങ്ങനെ കാണിക്കുമ്പോൾ സത്യത്തിലെ ഹീറോയിനെ വിളിച്ചത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ല, അത് ഡാലിയാണ്. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഇവരെല്ലാവരും കണ്ടു. അന്ന് രാത്രി ഓടിയിട്ട് ഒരാള് ജാർവിസിന്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചല്ലോ, അത് വേറെ ആരുമല്ല, കോർണറിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹീറോ അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡാലിയ ഹീറോയിനോട് പറയും. അപ്പോഴാണ് കോർണറിന്റെ ഭാര്യ തന്റെ കയ്യിലുള്ള കത്തി താഴെ കിട്ടിട്ട് ഹീറോയിനോട് പറയും ഓക്കെ സത്യമല്ല ഞാൻ പറയാന്ന് പറയുമ്പോൾ അവള് പറയുന്ന ആ ശബ്ദം ഡാലിക്ക് ഫോണിലൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് സത്യങ്ങൾ ഓരോന്നായിട്ട് പറയുന്നത്. ജാർവിസിന്റെ നെയ്ബറിന്റെ വീട് വിൽക്കാനായിട്ട് കോർണറിന്റെ ഭാര്യയാണല്ലോ അയാളെ സഹായിച്ചത്. അതുമല്ല മാർക്കറ്റ് വാല്യൂ എന്താണെന്നുള്ള കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ബയ്യറിന്റെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങി കുറഞ്ഞ വിലയ്ക്കാണ് ആ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും വീട് അയാൾക്ക് കൊടുത്തത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവരുടെ വീട് ഇപ്പോൾ ഒരു കടക്കെണിയിലാണുള്ളത്. അവളുടെ ഭർത്താവ് കോർണർ ഉണ്ടല്ലോ, അവൻ ബാങ്കിൽ ജോലി ചെയ്താലും അതിലൊരു കാര്യമില്ല, വെറുതെ അവർ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് അവരുടെ അക്കൗണ്ട് 0 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പണം അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോർണറിന്റെ ഭാര്യ ആ ഒരു അയൽക്കാരനെ പറ്റിച്ചത്. അതുമല്ല ഇവൾ ആ ഒരു ബയ്യറിനോട് സംസാരിക്കുന്ന കാര്യം ജാർവിസ് കേട്ടു. അതുകൊണ്ട് തന്നെ ജാർവിസിന് മനസ്സിലായി ഇവൾ ആ ഒരു അയൽക്കാരനെ പറ്റിക്കുവാണെന്ന്. അത് മനസ്സിലാക്കിയ ജാർവിസ് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, അവന് ഡാലിക്ക് വേണ്ടിയിട്ട് ഒരു ഡയമണ്ട് റിംഗ് വാങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാർവിസ് ചോദിച്ച പണം ഇവൾ അവന് കൊടുക്കുകയും ചെയ്തു. ആ പണമാണ് അവന്റെ പോക്കറ്റിലിരുന്ന $20,000 ഉണ്ടല്ലോ അത്. അതുമല്ല ആ ഒരു അയൽക്കാരനെ പറ്റിച്ചത് കൊണ്ട് തന്നെ അതൊരു വലിയ കുറ്റബോധമായിട്ട് തന്നെ അവൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അയൽക്കാരന് കിട്ടേണ്ട പണം തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഇവള് ഡബിൾ ഷിഫ്റ്റ് ജോലിക്ക് പോവും. അതുമല്ല ആ കാര്യം ജാർവിസിനോട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് അന്ന് രാത്രി അവന്റെ വീട്ടിൽ ഓടിയിട്ടിട്ട് പോയത്. അങ്ങനെ പോക്കർ ഗെയിം അവസാനിക്കുന്നത് വരെയും അവൾ ആ മരത്തിന് പുറകിൽ തന്നെ ഒളിച്ചു നിന്നു. ആ സമയത്താണ് അവളുടെ പോക്കറ്റിലെ പേന താഴേക്ക് വീണത്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം പോയതിനു ശേഷം ജാർവിസിനെ കാണാൻ വേണ്ടി അവൾ ആ ഒരു വർക്ക്ഷോപ്പിനകത്തേക്ക് പോയി നോക്കുമ്പോൾ ജാർവിസ് അവിടെ മരിച്ചു കിടക്കുമായിരുന്നു. അതുമല്ലാതെ ആ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഫോട്ടോ എടുത്ത കാര്യം സത്യത്തിൽ ഇവൾക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കൊല ചെയ്തത് വേറൊരാളാണ്. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഫോട്ടോ എടുത്തെന്നുള്ള കാര്യം വേറെ ആർക്കോ മനസ്സിലായിട്ടുണ്ട്. അയാളാണ് ജാർവിസിനെ കൊന്നതും ഈ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി അയാളുടെ ഓഫീസിലേക്ക് കയറി എല്ലാം നശിപ്പിച്ചതും. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം പോക്കർ ഗെയിം കളിച്ച ആരോ ഒരാളായിരിക്കണം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഈ ഫോട്ടോ എടുത്ത കാര്യം കണ്ടിട്ടുള്ളത് എന്ന് കോർണറിന്റെ ഭാര്യ പറയുന്നതും ഹീറോയിൻ വീണ്ടും ആ ഒരു മർഡർ ബോർഡ് ഉണ്ടല്ലോ അത് നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഇവിടെയാണ് ഹീറോയിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ജാർവിസിന്റെ വീട്ടിൽ നിന്നും ഒരു ആംബുലൻസ് പോയതായിട്ട് ജോഡിക്ക് അറിയാം. അതുമല്ല ബാങ്കിലുണ്ടായിരുന്ന പീറ്ററിനെ ജോഡിയാണ് വിളിച്ചിട്ട് ജാർവിസ് മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞതും. ആ ടൈമിൽ പീറ്ററിനോടൊപ്പം
കോർണർ അവിടെ ഉണ്ടായതുകൊണ്ട് കോർണറിനും ഈ കാര്യം മനസ്സിലായി. പക്ഷേ ജാർവിസ് മരിച്ചു എന്നല്ല, എന്തോ ഒരു എമർജൻസി അവന്റെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ജോഡിക്കും പീറ്ററിനും അറിയാവുന്നത്. അതേപോലെ തന്നെ അവൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. പക്ഷേ കോർണറിന്റെ വീട്ടിൽ ഇവർ നിൽക്കുമ്പോൾ ജാർവിസ് കൊല ചെയ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യം എങ്ങനെ കോർണറിന് മനസ്സിലായി? കാരണം ജോഡിയും പീറ്ററും പറഞ്ഞത് ജാർവിസ് മരിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ ഇവര് വീട്ടിൽ പോകുമ്പോൾ കോർണർ പറഞ്ഞതോ അവൻ കൊല ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ കോർണർ ആയിരിക്കും ജാർവിസിനെ കൊന്നതെന്ന് പറയുന്നതും. ഇവര് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലെ കോർണർ ഉണ്ടല്ലോ ഒരു തോക്കുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് ഷോക്കായ അവന്റെ ഭാര്യ, ഹേയ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, തോക്ക് താഴെയിടാൻ പറയുമ്പോൾ കോർണർ പെട്ടെന്ന് തന്റെ ഭാര്യയെ പിടിച്ചു വെച്ച്, ഹേയ് മിണ്ടാതിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊല്ലുമെന്ന് പറയും. ഇവിടെയാണ് എല്ലാ സത്യവും ഹീറോയിന് മനസ്സിലാവുന്നത്. തന്റെ ഭാര്യയെ ജാർവിസ് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കോർണറിന് മനസ്സിലായി. അതുപോലെ തന്റെ ഭാര്യയായിട്ട് അവൻ മിണ്ടാതിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് ജാർവിസിനെ കൊല ചെയ്യാൻ വേണ്ടി കോർണർ തീരുമാനിച്ചത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വന്ന്, പ്ലീസ് കോർണർ നിങ്ങൾ എന്തായാലും ആ തോക്ക് എൻ്റെ കയ്യിൽ തരണമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കോർണറിന്റെ ഭാര്യ പെട്ടെന്ന് അവന്റെ കൈയിലേക്ക് കടിച്ചു കൊടുക്കും. ഈ ഗ്യാപ്പിൽ ഹീറോയിൻ ആ തോക്ക് തള്ളിയങ്ങ് താഴേക്കിടും. അങ്ങനെ അതെടുക്കാൻ വേണ്ടി എല്ലാവരും വരുന്നതും പെട്ടെന്ന് തന്നെ ഹീറോ ഇവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോർണറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എടുത്ത ഫോട്ടോയിൽ കോർണറിന്റെ ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞാലും അവൾ ഒരിക്കലും കൊല ചെയ്തിട്ടില്ല എന്ന് ഹീറോയ്ക്ക് അറിയാം. കാരണം വേറെ ഒന്നല്ല, അവളാണ് കൊല ചെയ്തതെങ്കിൽ ജാർവിസിന്റെ കയ്യിലുള്ള ആ ഒരു പണം അവൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഹീറോയോട് ചോദിക്കും, ഓക്കെ കോർണറാണ് കൊലയാളി എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോകാതെ നീ എങ്ങനെയാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഈ ബാബിൾ ടണ്ണിലെ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്നെ അന്വേഷിച്ചല്ലേ എല്ലാവരും വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കേസ് സോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഡിപ്പാർട്ട്മെന്റിൽ അടുത്തൊരു പോസ്റ്റും കിട്ടുന്നു. അതേപോലെ തന്നെ ഹീറോയിനും ഇവര് തമ്മിലും നല്ല അടുപ്പത്തിലാവുന്നു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി. അതുപോലെ ഈ ഒരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു പോകാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിച്ചേക്കുക. അതേപോലെ തന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.